അങ്ങനെ അത് സംഭവിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കായിരുന്നു. ഈ യുദ്ധത്തിൽ ആ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടപ്പോൾ പല രാജ്യങ്ങളും പെടാപ്പാട് പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നു. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ആഴ്ചയായി മിഡിൽ ഈസ്റ്റിൽ നടന്നു വരുന്ന രൂക്ഷമായ യുദ്ധത്തിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് ഇപ്പോൾ വലിയ നല്ല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത 2 ആഴ്ചത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര ഗതാഗതം പുനരാരംഭിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ലോകത്തെ ഞെട്ടിച്ച സമയത്താണ് ഈ തീരുമാനം. ഇറാൻ ഈ പാത തുറന്നില്ലെങ്കിൽ മുഴുവൻ നാഗരികതയും അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഈ കടുത്ത നിലപാടിന് ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പാത തുറക്കുകയും തൽക്കാലം 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ തീരുമാനിക്കുകയും ചെയ്തു. ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറാണെങ്കിലും ടോൾ പിരിക്കാൻ ഇറാന് ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകും. കാരണം ഹോർമൂസിൽ ടോൾ പിരിക്കാൻ ഇറാന് നിയമപരമായ അനുവാദമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇറാൻ ഹോർമൂസിൽ ടോൾ പിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയിലാണ്. സംഘർഷങ്ങൾക്ക് അയവ് വന്നെങ്കിലും ഇറാൻ പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2 ആഴ്ചത്തേക്ക് സാങ്കേതിക ഏകോപനത്തോടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. എന്നിരുന്നാലും ഈ വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കടലിടുക്കിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് ഇറാൻ നേരത്തെ അവതരിപ്പിച്ച 10 പോയിന്റ് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇറാന്റെ ഈ പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സംഘർഷം കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അവർ പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും യുദ്ധത്തിൽ 5000-ലധികം ആൾക്കാരാണ് ഇറാനിൽ മരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വമ്പൻ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇറാന് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവരണമെങ്കിൽ ഇറാൻ ഹോർമൂസിൽ ടോൾ പിരിക്കൽ തുടങ്ങിയാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.